കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നിരുന്നു. ആ ലിങ്ക് സുഭാഷ് കുമാർ മണിയൻ എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരംകാരൻ്റെ വീഡിയോയാണ് അതിലിട്ടതാണ്. ആ വീഡിയോയിൽ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അമ്പലവേശികളെ രക്ഷിച്ച മിഷണറി എമിക്കാർ മൈക്കിൾ. പിന്നെ സുഭാഷ് കുമാറിൻ്റെ അതിൽ ഇടയ്ക്കിടയ്ക്ക് എഴുത്തുകളുണ്ട്. ഞാൻ ഹിന്ദുമതം ഉപേക്ഷിച്ചതിൽ അഭിമാനിക്കുന്നു, എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു, അതുപോലെ ഇസ്രയേലിനെയും അമേരിക്കയെയും സ്നേഹിക്കുന്നു. ഇസ്രയേൽ എൻ്റെ കർത്താവിൻ്റെ നാട്, അമേരിക്ക ഞങ്ങളെ രക്ഷിച്ച മിഷണറിമാരുടെ നാട്. പിന്നെയും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുത്തുകൾ. അവരും പിന്നെ ഹിന്ദു മതം ഉപേക്ഷിച്ചതിൽ, ഹിന്ദുമതം എന്ന സനാതന മതം ചാണകം ഉപേക്ഷിച്ചു, അതിൽ എനിക്ക് അഭിമാനമുണ്ട്. പിന്നെ നായരെക്കുറിച്ച് പറയുന്നു. നായരുടെ അപ്പൻ നോഹ. ഞാൻ ഒരു നായരല്ലെങ്കിലും ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഞാനിവിടെ പറയുന്നത്, നായരുടെ അപ്പൻ നോഹയാണെങ്കിൽ നോഹയുടെ അപ്പൻ ആരാണ്? ആദമിൻ്റെ അപ്പൻ ആരാണ്? ആദം, എൻ്റെ ഇതിനു മുമ്പുള്ള ചില വീഡിയോകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദം ജനിച്ചിട്ട് 5872-73 വർഷമേ ആയിട്ടുള്ളൂ എന്ന് ബൈബിളിലെ കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വീണ്ടും ഞാൻ കൊടുക്കും. ഓരോരുത്തരുടെയും വയസ്സ്, ആദം മുതൽ എബ്രഹാം വരെയുള്ളവരുടെ വയസ്സും എബ്രഹാമിൻ്റെ കാലഘട്ടവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് വീണ്ടും കൊടുക്കും. എത്ര വർഷം മുമ്പാണ് യഹോവ ആദമിനെ സൃഷ്ടിച്ചത് എന്നുള്ള കണക്കെടുക്കും. എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ച ഒരു തെമ്മാടിയുടെ വീഡിയോ ആയിരുന്നു അത്. അതുകൊണ്ട് ഞാനും എല്ലാ അതിർവരമ്പുകളും ഇവിടെ ലംഘിക്കാൻ പോവുകയാണ്. ബൈബിൾ നല്ലവണ്ണം പഠിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൻ്റെ പേജുകൾ എത്രയാണെന്നറിയാം. ഒരു 10-25 വർഷമായിട്ട് ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൂടെ നോക്കാറുണ്ട്. അതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പഴയ നിയമം 975 പേജ്, പഴയ നിയമം മാത്രം 975, പുതിയ നിയമം 300 പേജും ഉള്ള ബൈബിളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ പലതും അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബൈബിളാണ് എൻ്റെ ഉള്ളത്. ഈ എല്ലാ ധർമ്മങ്ങളിലും, എല്ലാ സിസ്റ്റത്തിലും, എല്ലാ പ്രസ്ഥാനങ്ങളും കാലാന്തരത്തിൽ അപജയങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ ഹിന്ദു മതത്തിലും ഹിന്ദു സന്യാസി സമ്പ്രദായങ്ങളിലും ഒക്കെ അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും തിരുത്താത്ത അപജയങ്ങൾ ക്രിസ്തു മതത്തിലും യഹൂദ സെമിറ്റിക് മതങ്ങളിലുമാണ്. പക്ഷെ ഞങ്ങളുടെ ആചാര്യന്മാരെ കൂടെ അതെല്ലാം തിരുത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ അപ്പോൾ പറയുമ്പോഴും ക്രിസ്തു തൊട്ടോ യഹോവ തൊട്ടോ അല്ലെങ്കിൽ ആദവിൻ്റെയും ഹവ്വയുടെയും ചരിത്രം തൊട്ടോ എബ്രഹാമിൻ്റെ ചരിത്രം തൊട്ടോ പിന്നെ ഒരു ലോത്തുണ്ട്, ലോത്തിൻ്റെ ചരിത്രം തൊട്ടോ ഒക്കെ പറയുകയാണെങ്കിൽ ആളുകൾ എഴുന്നേറ്റ് ഓടും, ക്രിസ്ത്യാനികൾ എഴുന്നേറ്റ് ഓടും. ഞാൻ പല പ്രാവശ്യം എൻ്റെ വീഡിയോകളിലും ഫേസ്ബുക്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ ശരിയായിട്ട് വായിച്ചാൽ ക്രിസ്തുമതം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒരു പാസ്റ്റർ, സ്വിറ്റ്സർലൻഡുകാരനായ ഒരു പാസ്റ്റർ മതം മാറി ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്ത ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം വിദേശങ്ങളിൽ കൊടികുത്തി വാഴുകയാണ്. എല്ലാ സമ്പ്രദായങ്ങളും മതിലുകൾ ഭേദിച്ച് കടന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുമതത്തിൽ മാത്രമല്ല
ഈ ഒറീസയിൽ മാത്രം നിലനിന്ന ഒരു സമ്പ്രദായമാണ് ഈ ഈ ദേവദാസി സമ്പ്രദായം. അത് ആ വായിക്കുന്ന ഏതോ പെൺകുട്ടിയാണ് ആ വീഡിയോ ഇടുന്നത്. ആ വീഡിയോയുടെ ലേഖനങ്ങൾ വായിക്കുന്നത്. അതിൽ 6-ാം നൂറ്റാണ്ടിലാണ് ഈ സമ്പ്രദായം ഉരുത്തിരിഞ്ഞതെന്ന് വരെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം. ബൈബിളിലെ ആദമിൻ്റെയും ഹവ്വയുടെയും കഥ. ആദമിനെ ദൈവം സൃഷ്ടിച്ചു, മണ്ണെടുത്താണ് സൃഷ്ടിച്ചത്. പിന്നീട് ആദമിൻ്റെ ഒരു കൂട്ടിനൊരാളെ വേണമെന്നുണ്ട്. ആദമിൻ്റെ ഒരു ഭാര്യയിലെടുത്താണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കൊരു ഭാര്യയിൽ കുറവാണ്. പുരുഷനൊരു ഭാര്യയിലിൻ്റെ കുറവുണ്ടാകേണ്ടതാണ്. പക്ഷേ ഒരു ഭാര്യയിലിൻ്റെ കുറവില്ലെന്ന് മാത്രമല്ല. ഇനി അത് പോട്ടെ. ആദമിന് 2 മക്കളുണ്ടായിരുന്നു, കായേനും ആബേലും. ആബേലിനെ ആടുവളർത്തലായിരുന്നു ജോലി, കായേന് കൃഷിയും. രണ്ടുപേരും ദൈവത്തിന് തൻ്റെ വിഭവങ്ങൾ സമർപ്പിച്ചു. ആട് വളർത്തുന്ന ആൾ ആട് വെട്ടി ഇറച്ചി സമർപ്പിച്ചു, മറ്റവൻ പഴങ്ങളും കൃഷി വിഭവങ്ങളും സമർപ്പിച്ചു. പക്ഷേ ദൈവം പ്രസാദിച്ചത് ഇറച്ചി ഇറച്ചി കൊടുത്തവനെയാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവം ആരിൽ പ്രസാദിച്ചോ അവനോട് മറ്റവൻ അസൂയുണ്ടായി. കായേൻ ആബേലിനെ അങ്ങനെ എറിഞ്ഞു കൊന്നു. അപ്പം അവരുടെ കണക്കനുസരിച്ച് ചരിത്രത്തിലെ ആദ്യത്തെ കൊല. പിന്നെ ആബേന് നോദ് ദേശത്ത് പോയി വിവാഹം കഴിച്ചു. ആകെയുള്ള 4 പേരാണ് ഉണ്ടായിരുന്നു, ഒരാൾ മരിച്ചും പോയി. പക്ഷേ നോദ് ദേശമുണ്ടായിരുന്നു, അവിടെ പോയി വിവാഹം കഴിച്ചു. ഇത് ഞാൻ എത്രയോ കാലമായിട്ട് വായിക്കുന്നതാണ്. ഇടയിലെ ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോയിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി അച്ഛനോട് ഈ കഥ പറഞ്ഞു. അതെങ്ങനെ അച്ഛ നോദ് ദേശത്ത് പോയി വിവാഹം കഴിക്കുന്നത്? അപ്പം അച്ഛൻ പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി എന്ന് പറയുന്നതായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. പിന്നെ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇനിയും പിന്നെ ആദവനും ഒവ്വയ്ക്കും സേത്ത് എന്ന മകനുണ്ടായി. സേത്തിൻ്റെ പരമ്പരകളാണ് ഇന്നത്തെ ജനം മുഴുവൻ എന്നാണ് പറയുന്നത്. സേത്തിൻ്റെ അബ്രഹാം വരെയുള്ള പരമ്പരകളുടെ വയസ്സുകൾ കൃത്യമായിട്ട് ബൈബിളിലുണ്ട്. അത് എഴുതി കൂട്ടിയാണ് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതനുസരിച്ച് മനുഷ്യനുണ്ടായിട്ട് 5872 വർഷമേ ആയിട്ടുള്ളൂ. 2 പേരുടെ വയസ്സിൽ അല്പം വ്യത്യാസമുണ്ട്. ഈ തേരഹിന് 70 വയസ്സിന് ശേഷമാണ് അബ്രഹാം ജനിക്കുന്നത്. മോശയ്ക്ക് 500 വയസ്സിന് ശേഷമാണ് മക്കളുണ്ടാകുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ വയസ്സും എത്ര കാലം ജീവിച്ചിരുന്നെന്ന് പറയുന്നത് കൂടി എന്നാൽ 10-15 വർഷം വ്യത്യാസം വരും. അപ്പോൾ 5872 എന്ന് പറയുമ്പോൾ 5900 ആയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പം ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു, യഹോവയ്ക്ക് 5900 വയസ്സേ ഉള്ളൂ. ഇപ്പം ജീവിച്ചിരുന്നാൽ ഇപ്പോഴുണ്ടായിരുന്നുവെങ്കിൽ 5900 വയസ്സേ കാണുമെന്ന്. പക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രം 50,000 വർഷം പഴക്കമുള്ള മനുഷ്യൻ്റെ അസ്ഥികൂടം തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. DNA ടെസ്റ്റ് നടത്തി പത്രങ്ങളിലൊക്കെ വന്ന് വാർത്തയാണ്. പിന്നെ യുഗങ്ങളുടെ കണക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ വേറെ അവരുടെ ഒരു മഹാനുണ്ട്, അബ്രഹാം ആരായിരുന്നു അറിയണ്ടേ? അബ്രഹാം ഒരു പുണ്യപുരുഷനാണ്. അബ്രഹാമിൻ്റെ സന്തതികളെന്നാണ് ക്രിസ്ത്യാനികളൊക്കെ വിളിച്ചു പോകുന്നത്. അബ്രഹാം സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ച ഒരാളായിരുന്നു. അപ്പം എബ്രഹാം തന്നെ പറയുന്നു, എൻ്റെ പിതാവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളാണ് എൻ്റെ ഭാര്യ സാറയാണ് തോന്നുന്നു എന്ന് പറയും. എന്നിട്ട് ഈ സാറയെ, ഈ എബ്രഹാമിൻ്റെ ഭാര്യയെ സഹോദരിയാണെന്ന് പറഞ്ഞ് രാജാക്കന്മാർക്ക് കാഴ്ചവെച്ച് അഭൂതപൂർവമായ സമ്പത്ത് ഒരു പ്രാവശ്യമല്ല, പേടിച്ചിട്ടാണെന്നാണ് പറയുന്നത്, സഹോദരിയാണെന്ന് പറയുന്നത്. അങ്ങനെ 2 പ്രാവശ്യം വലിയ സമ്പത്തുകൾ രാജാവ് അവിടെ തിരിച്ചു കൊടുക്കുകയും ഒത്തിരി സമ്പത്തുകൾ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം ആദ്യത്തെ വേശ്യ അബ്രഹാമിൻ്റെ ഭാര്യയാണെന്ന് വരുന്നു. ഈ അബ്രഹാമിൻ്റെ ഭാര്യയെ രക്ഷിക്കുന്ന ആര് രക്ഷിക്കും? ഇനിയും അവിടുന്ന് ഇങ്ങോട്ട് പോട്ടെ. പിന്നെ ബൈബിളിൽ ഒരു കഥയുണ്ട്, ലോത്തിൻ്റെ കഥയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു നാട് വിട്ട് എല്ലാവരും ഓടിപ്പോകുന്നു, തിരിഞ്ഞു നോക്കുന്നവരെ അവിടെ ഉപ്പുതൂണായി പോകും. അങ്ങനെ ലോത്തും
2 പെൺമക്കളും മാത്രം അവശേഷിച്ചു. അവർ വിജനമായ ഒരു മലകളിൽ പോയി അവിടെ പാർത്തു. അവിടെ പാർത്തപ്പോൾ ഈ പെൺമക്കൾ ഈ പിതാവിനെ വീഞ്ഞ് കുടിപ്പിച്ച് അയാളുമായിട്ട് കിടന്നിട്ട് സന്തതി പരമ്പരകളുണ്ടായി. വേറെ മനുഷ്യരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അത് ബൈബിളിൻ്റെ ഒരു കഥ. ഇനിയും ഈ മനുഷ്യൻ മതം മാറിയത് ക്രിസ്തുവിൻ്റെ പേരില്ല. ക്രിസ്തു ആരായിരുന്നു? തൻ്റെ മാതാവിനെ ഒരിക്കൽ പോലും അമ്മയെന്ന് വിളിച്ചിട്ടില്ല. മകനെ 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 എന്ന് പറഞ്ഞ് പുറകെ നടക്കുമ്പോഴൊക്കെ സ്ത്രീയെ എന്ന് വിളിച്ച് ആ സ്ത്രീയെ നിന്ദിച്ച മറിയത്തെ തിരസ്കരിച്ച ആളാണ് യേശു. നിൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമൊക്കെ നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് സഹോദരൻ ഏത് സഹോദരി എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരി എന്ന് പറയുന്നത് തിരസ്കരിച്ചതാണ്. മകനെ വീഞ്ഞ് തീർന്നു പോയി വീഞ്ഞുണ്ടാക്കാൻ പറയുമ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും എന്തെന്ന് മറിയ സ്വന്തം അമ്മയായിട്ടുള്ള മറിയോട് യേശു ചോദിക്കുന്നുണ്ട്. ഇനി യേശുവിൻ്റെ ജനനം എങ്ങനെയാണ്? സെക്കറിയ എന്ന യഹൂദ പുരോഹിതൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന, അതായത് അടിച്ചുപണിക്ക് നിന്നിരുന്ന ആളാണ് മറിയ. അവർക്ക് എലിസബത്തിന് 3 മാസം ഗർഭിണിയായപ്പോൾ അവൾ കുറേ മാസങ്ങളോട് അവിടെ താമസിച്ചിരുന്നു. അപ്പം മറിയ അവിടെ താമസിക്കാൻ ആരായിരിക്കണം മറിയയുടെ പുത്രൻ്റെ പിതാവ്? ഈ ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞിട്ടാണ് എലിസബത്ത് ഗർഭിണിയായത് എന്ന് ബൈബിളിൽ പറയുന്നത്. ഒന്നുകിൽ സെക്കറിയ അല്ലെങ്കിൽ ഈ ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതൻ. അതായത് അടിച്ചുകളിക്കാരി വേശ്യയുടെ മകനാണ് യേശു. ക്ഷമിക്കണം, ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് 4 കവിതകൾ എഴുതി, മഹായോഗിയായ ഒരു മനുഷ്യനെക്കുറിച്ച് 4 കവിതകൾ എഴുതിയിട്ടുള്ള. ഭാരതത്തിൽ വന്ന് 12 മുതൽ 30 വയസ്സ് വരെയും 37 മുതൽ 82 വയസ്സ് വരെയും ഭാരതത്തിൽ ജീവിച്ച മനുഷ്യനാണ്. യോഗിയായിരുന്നു, നാദ സമ്പ്രദായത്തിലെ യോഗിയായിരുന്നു യേശു. ഈ 12ാമത്തെ വയസ്സിൽ 3 ദിവസം യാത്ര ചെയ്തിട്ട് അമ്മയും മകനും കൂടി, അമ്മയും അച്ഛനും മകനും കൂടി, ജോസഫും മേരിയും മകനും കൂടി ഒരു ഉത്സവത്തിന് പോകുന്നുണ്ട്. ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 70 ദിവസം യാത്ര മുഴുവൻ കഴിഞ്ഞ് ഇവരൊന്നും മകനെ ശ്രദ്ധിക്കുന്നില്ല. അവസാനം മകൻ കൂടെ ഇല്ലെന്നറിഞ്ഞ് തിരിച്ചു പോയി തിരക്കും. അതായത് കൂടെയുള്ളവർക്ക് ചോദിച്ചു കാണും നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു. അങ്ങനെ തിരിച്ചു പോകാൻ നിർബന്ധിതനായി കാണും. അവിടെ ചെന്നപ്പോൾ യേശു സെനഗോഗിൽ ഇരുന്ന് പുരോഹിതന്മാരോട് തർക്കിക്കുകയാണ്. അപ്പം അച്ഛനെയും അമ്മയോ കണ്ട്, ജോസഫിനെയും മറിയയും ഒക്കെ കണ്ട ഇപ്പം യേശു പറയുന്നത്, നിങ്ങൾ എന്നെ തേടി വന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലില്ല. അതായത് ഈ യേശു ജനിച്ചതിന് ശേഷം ഭയങ്കര ദുരിതമായിരുന്നു. നാട് വിട്ട് പോവുകയാണ്. അങ്ങനെ ഇവ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അവനെ ഉപേക്ഷിച്ച് പോകുന്നത്. പക്ഷെ കൂടെയുള്ളവരുടെ സമ്മർദ്ദം കാരണമായിരിക്കാം തിരക്കി പോകുന്നത്. അപ്പോൾ ഈ മണ്ണിയൻ്റെ സുഭാഷ് കുമാർ മണ്ണിയൻ്റെ പിതാവ് എന്ന് പറയുന്നത് അവൻ യേശു കാരണമാണല്ലോ അവനിപ്പം ഈ ക്രിസ്തുമതം സ്വീകരിക്കുന്നത്. ആ യേശു ഒരു വേശ്യയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവിഹിത റിലേഷനിൽ സംഗമത്തിൽ ജനിച്ച മകനാണ് യേശു എന്ന് വരുന്നില്ലേ? എന്തോ ഗതികേടാണ് ദൈവത്തിന്. ഇനി വേറൊരു കാര്യം ആലോചിക്കാം. ദൈവത്തിൻ്റെ ഏകജാതനാണ് യേശു. യേശു ജനിച്ചതിന് ശേഷം ക്രിസ്ത്യാനികളൊക്കെ കൂടി ദൈവത്തിൻ്റെ ഞരമ്പ് കണ്ടിച്ചോ? ഇതുപോലെ ഇസ്ലാമിലുമുണ്ട്. ആയിരക്കണക്കിന് പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു. പക്ഷേ നബി എന്ന പ്രവാചകൻ വന്നതിന് ശേഷം ഇനിയൊരു പ്രവാചകനെ ദൈവം സൃഷ്ടിക്കില്ല എന്ന് കൽപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെയും ഞരമ്പ് കണ്ടിച്ചു. ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്ര വികൃതമായ ഇനി വേശ്യാ സമ്പ്രദായം, ദേവദാസ സമ്പ്രദായം ഒറീസയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ അന്നത്തെ ബ്രാഹ്മണ സമൂഹം പിഴച്ചുപോയി. അങ്ങനെ പിഴച്ചു പോയതുകൊണ്ട് ആണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇന്ന് വ്യവസ്ഥാപിതമായി വേശ്യാലയം നടത്തുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ.
എത്രയെത്ര കേസുകളാണ് മഠത്തിലമ്മമാരുടെ കർത്തനാറിൻ്റെ പേരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ചണ്ഡീഗഡിലൊരു ബിഷപ്പിൻ്റെ പേരുള്ള കേസ്. ആ കേസ് തള്ളിപ്പോയത് എന്തുകൊണ്ടാണ് തള്ളിപ്പോയത്? കാരണം ഏതോ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് അവർ കേസ് കൊടുത്തത്. അത് വന്നപ്പോഴാണ് കേസ് കൊടുത്തത്. സാധാരണ അവർ കൂടെ ബിഷപ്പുമായിട്ട് ശയിക്കുന്ന സ്ത്രീയായിരുന്നു. ഇന്ന് കന്യാസ്ത്രീ മഠമെന്ന് പറയുന്ന അച്ഛന്മാർക്ക് വേണ്ടി നടത്തുന്ന വേശ്യാലയങ്ങളാണ്. ആ വേശ്യകൾക്ക് പണ്ട് ഗർഭനിരോധന ഗുളികകളോ സമ്പ്രദായങ്ങളോ ഒന്നും ഇല്ലായിരുന്ന കാലത്തെ അവരുടെ കുട്ടികളെ, അവിടെ ജനിക്കുന്ന കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് അനാഥാലയങ്ങളൊക്കെ സൃഷ്ടിച്ചത്. ഈ സമൂഹമാണ് ഇന്ന് ഹിന്ദുക്കളെ തെറി പറയുന്നത്. ക്രിസ്ത്യാനികൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കണം, ഇത് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നിങ്ങൾക്ക് ആരും എന്തും പറയാം, നിങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല. അതെവിടുത്തെ നിയമമാണ്? ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ നിങ്ങൾ ക്രിസ്തുമതം ഉപേക്ഷിക്കും. പക്ഷേ ഗീത വായിച്ചിട്ടാരും ഹിന്ദുമതം ഉപേക്ഷിച്ചിട്ടില്ല. ഗീത വായിച്ച ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുമതം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഗീത ഒരു പ്രഖ്യാപിത മതഗ്രന്ഥമൊന്നും അല്ല. ഗീത മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ 18-ാം അധ്യായത്തിലെ ഒരു അധ്യായം മാത്രമാണ് ഗീത. ഗീതയിൽ ഉപനിഷത്ത് രഹസ്യങ്ങളുണ്ട്, വേദരഹസ്യങ്ങൾ ഉണ്ട് എന്ന് മാത്രമാണ്. രാമായണമോ മഹാഭാരതമോ ഒന്നും മതഗ്രന്ഥമല്ല, അത് ഇതിഹാസ ഗ്രന്ഥങ്ങളാണ്. മനുഷ്യൻ എന്നേക്ക് എന്നും വായിക്കാൻ തക്കവണ്ണം അനവധി സാങ്കല്പിക കഥകളൊക്കെ എടുത്ത്, ചരിത്ര വസ്തുതകളെടുത്ത് രചിക്കപ്പെട്ട കൃതികളാണ്. അതിലെ സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന, ഗീത എന്ന് പറയുന്നത് എല്ലാ ഉപനിഷത്തിൻ്റെയും സാരാംശമുള്ള ഒരു ഗ്രന്ഥമാണ്. മഹാഭാരതം ഒരു മതഗ്രന്ഥമല്ല, രാമായണം ഒരു മതഗ്രന്ഥമല്ല, ഒരു ചരിത്ര ആഖ്യായികയാണ്, ചരിത്ര ഗ്രന്ഥമാണ്. വേദങ്ങൾ മാത്രമാണ് ഹിന്ദുക്കളുടെ മതഗ്രന്ഥം. ഇനി വേറെ വിഗ്രഹാരാധന. ഹിന്ദുക്കൾ വിഗ്രഹാരാധന. ഇസ്രയേലിൽ ഇപ്പോഴും യഹൂദന്മാർ മതിലിനെയാണ് പൂജിക്കുന്നത്. മുഹമ്മദ് നബിയുടെ ആൾക്കാർ തകർത്ത പള്ളികളെ മതിൽ, അവിടെ വീണ്ടും ഇപ്പോൾ പള്ളി പണിയാൻ പോവുകയാണ്. ഒരു ഇസ്രയേൽ മക്കളും ഉണ്ടല്ലോ ഹിന്ദുക്കളെ തെറി പറയില്ല. ഇനി ഇസ്രയേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇന്ന് പറയുന്നത് 7000 വർഷം മുമ്പ് പ്രഭാസ തീർത്ഥത്തിൽ യാദവരടിച്ചു പിരിയുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരാണ് ഒരു വിഭാഗമാണ് ഇസ്രയേലിൽ. ഇന്ന് ധാരാളം ലേഖനങ്ങളും നിഷേധിച്ചും അതിനെ സാധൂകരിച്ചും അതിന് തെളിവുകളും ഒക്കെ നിരത്തി യൂട്യൂബിലില്ല, ഈ വിക്കിപീഡിയയിലൊക്കെ ധാരാളം ഉണ്ട്. അതൊക്കെ പോകട്ടെ. വ്യവസ്ഥാപിതമായി വേശ്യാലയം നടത്തുന്ന അവിടെയുള്ള കന്യാസിമാരെ നിനക്കൊന്ന് രക്ഷിക്കാൻ കഴിയും? സുഭാഷ് കുമാർ മണ്യ, നീ ആദ്യം പോകേണ്ടത് കന്യാസ്ത്രീ മഠങ്ങളിലാണ്. എത്ര അച്ഛന്മാർക്ക് കടത്തു കൊടുത്താലും അവരെ കന്യകകളാണ്.